അവള് ജോലി ചെയ്തിരുന്ന വീട്ടിലെ ആൾക്കാർ മറ്റങ്ങോട്ട് പോയി. അപ്പം ആരുമില്ലാത്തതുകൊണ്ട് കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരട്ടെ എന്നാ പറഞ്ഞു. MLA യുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന കുട്ടി വേറെ വീട്ടിൽ ജോലിക്ക് പോകുന്നു. നേരത്തെ മുതലുള്ള 1-2 വീടുകളിൽ കൂടി സഹായിക്കുന്നുണ്ടായിരുന്നു. സോമ, ആ വീട്ടുകാരുടെ ഡീറ്റെയിൽസ് എടുക്കണം. എടുത്തിട്ടുണ്ട് സാർ. അപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യമുള്ള ആളാണ്. നമ്മളോട് എപ്പോഴും കാശ് കടം ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞുറപ്പിച്ച പൈസ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ സാർ. പിന്നെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല. അതിനുശേഷം നടന്നത് ഒന്നുകൂടി പറയാമോ മാഡം? ഈ പുസ്തകത്തിൻ്റെ എല്ലാം എഴുത്ത് കഴിഞ്ഞാൽ ചെലവനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പതിവ് പോലെ അത്താഴം കഴിഞ്ഞ് അവൻ ഓഫീസ് മുറിയിലോട്ട് പോയി. അപ്പം ഞാൻ അവനെ വായിച്ച് കേൾപ്പിക്കാനായിട്ട് ഈ ബുക്കും കൊടുത്ത് റാണി അങ്ങോട്ട് അയച്ചു. സത്യത്തിൽ അത് വായിച്ച് കേട്ടിട്ട് അവനെന്തെങ്കിലും അവൾക്ക് സമ്മാനമായിട്ട് കൊടുക്കട്ടെ എന്ന് കരുതി സാർ. വേഷം കിട്ടിയല്ലോ സാർ. ഞാൻ വന്നറ പോലെ ശ്രദ്ധിക്കുന്നു. നിങ്ങളെ ഒരുമാതിരി ഞാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. ചോദിക്കാനും പറയാനും ആളില്ലാത്തതുകൊണ്ട് ഒരു പെണ്ണിനെ അതിനകത്തോട്ട് കുരുക്കാൻ നോക്കുന്നത് എന്തിനാ? ഒരു കാര്യമില്ല സാർ. നാളെ ഞാൻ ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടാം. എന്നിട്ട് നിങ്ങൾ എല്ലാവരെയും പിടിച്ചിരുത്താം. പത്രക്കാർ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ അങ്ങ് മറുപടി പറഞ്ഞോട്ടാ മതി. എന്താ ഓക്കെ ആണോ? അത് സാർ വിശദമായിട്ട് പറയാൻ പറഞ്ഞിട്ട് ഊശിയാക്കുന്ന മനുഷ്യനെ